ഒടുവിൽ മാസ്റ്റർ എം.വി. ഗോവിന്ദൻ ആ ധൈര്യം പുറത്തെടുത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്കെത്തി. വെറും 10 മിനിറ്റ് പറയാനുള്ളതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് തടിയും തപ്പി. ഇടത് പാർട്ടിയിൽ ഇനി രാഷ്ട്രീയ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലെ കണക്കെടുപ്പിന്റെ നാളുകളായി. പണ്ടൊക്കെ AKG സെന്ററിൽ നിന്നും അങ്ങോട്ട് പറയും, അത് ഇങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതായിരുന്നു അണികളോടുള്ള ആ രാജകൽപ്പന. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി, ഭരണവും പോയി, പിന്നാണ് നിലപാട്. പക്ഷേ ഇനി ഈ നിർഭയ പാർട്ടി നേതാക്കൾക്ക് ഭയമില്ലാതെ തന്നെ നിർഭയമായി തന്നെ എന്തും പറയാം. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റികളും, കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ചേരാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് താഴെ ബ്രാഞ്ച് യോഗങ്ങളും പൂർണ്ണമായും ചേർന്ന് അവർക്ക് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം യോഗങ്ങളിലെ ചർച്ചകൾ കൂടി പരിഗണിച്ചാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. അപ്പോൾ കേൾക്കാനുള്ളതൊക്കെ കേൾക്കും, ആര് പറയാനല്ലേ? ഇനി കേട്ടിട്ട് ആർക്കെന്ത് കിട്ടാൻ? എങ്കിലും കേൾക്കാനുള്ളതൊക്കെ ഏറ്റുവാങ്ങാൻ എന്തിനും തയ്യാറായി ഇതാ മാസ്റ്റർ എം.വി. ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിവ്യൂ തയ്യാറാക്കി താഴത്തേക്ക് പോവുകയല്ല. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അതുകൂടി മനസ്സിലാക്കി കൃത്യമായ ഒരു റിവ്യൂ ഇവരുടെ എല്ലാം ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പാർട്ടി റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാജയത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ജനം വോട്ട് ചെയ്തില്ല, മിക്കയിടത്തും 8 നിരയിൽ തന്നെ പൊട്ടിച്ചു കൊടുത്തു. എങ്കിലും ഇനിയും ഭരണത്തിൽ വരും ഉറപ്പെന്നാണ് വീണ്ടും 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 പറയുന്നത്. അമ്പാട കൊണ്ട് കളഞ്ഞു. എങ്കിലും ജനങ്ങളുടെ ഹൃദയപക്ഷത്തു നിന്നും ഞങ്ങളെ വലിച്ചിറക്കരുത്, ഞങ്ങൾ മാറില്ല, ഞങ്ങൾ പോകില്ല എന്നാണ് സ്വരാജ് വെഞ്ഞാറമ്പൂടിനെ പോലെ ആ ഡയലോഗ്. സാധാരണ 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം വരുന്ന സംസ്ഥാനമാണ് കേരളം. അത് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് തിരുത്തി കുറിച്ച് 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരാൻ സാധിക്കുന്ന മുന്നണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുതകുന്ന തരത്തിലുള്ള തിരുത്തലുകൾ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് ഞങ്ങൾ ജനങ്ങളോടും പാർട്ടിയോടും പാർട്ടി സഖാക്കളോടുമെല്ലാം കൃത്യതയോടുകൂടി തുറന്നു പറയാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നതിന് അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ തിരുത്തലുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് മാസ്റ്റർ ഗോവിന്ദന്റെ ഭാഷ്യം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയപക്ഷത്താണ് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗം പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിനെതിരായി വരുന്ന ബൂർഷ്വാ കടന്നാക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി കേരളത്തിൽ അതിശക്തമത്തായ അതിൻ്റെ സ്വാധീനം നിലനിർത്തിയിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ നിലപാടുകളും ബഹുസ്വരതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനിയും തുടർന്ന് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നേറും എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ ഇനിയൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, ഒന്നും പറയില്ല, പിന്നെ കാണാം. അതാണ് നിലപാട്, അതാണ് ഗോവിന്ദന്റെ മാറ്റം. അതൊക്കെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ പരിശോധന ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. എന്താ പറ ഇല്ല ആയില്ല. സംസ്ഥാനത്ത് 10 വർഷം വെച്ച മുഖ്യമന്ത്രിയാണ്. ഈ ഫലം വന്ന ശേഷം ജനങ്ങളോട് നന്ദി പറയാൻ മുഖ്യമന്ത്രിക്കുണ്ട്. ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രതികരിക്കുമോ? ജനങ്ങളോട് എന്താണ് പറയുന്നത്? എല്ലാവരും പ്രതികരിക്കും, എല്ലാവരും പാർട്ടി പ്രതികരിക്കും, അദ്ദേഹം പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഇതാ മാസ്റ്റർ എഴുന്നേറ്റ് പോയി. ഇതാണ് എല്ലാവരും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മണിക്കൂറുകൾ നീളുന്ന വാർത്താ സമ്മേളന പ്രഭാഷണ പരമ്പര കേട്ട് മടുത്ത് തലേ കയ്യിൽ വെച്ച ആ അവസ്ഥയിൽ നിന്നും ഇതാ പാർട്ടി സെക്രട്ടറി 10 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അങ്ങനെ ഇപ്പോൾ എല്ലാ നേതാക്കളും പിണറായിയുടെ ആ ഉഗ്രകോപത്തിൽ നിന്നും ഫ്രീ ആയിരിക്കുന്നു. ഇനി എന്ന് ആര് എപ്പോൾ ഈ കസേരയിൽ വന്നിരുന്ന് ഇതുപോലെ പറയുമെന്നത് കാത്തിരുന്ന് കാണണം.